ഉമ്മ എന്താ വീഡിയോക്ക് വരാത്ത എന്താ വരാത്ത കട്ട സപ്പോർട്ടാണ്. എങ്ങനെയായാലും എന്റെ കുട്ടികൾ രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്ത ഉള്ളതാണ്. അപ്പൊ ഇമ്മങ്ങള് ഇതിന് യൂട്യൂബിന് സപ്പോർട്ട് ചെയ്യാച്ചിട്ടാണ് ആൾക്കാർ കാര്യങ്ങളൊക്കെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് പോയാ പോരാ വൈൻഡ് അപ്പ് ചെയ്തിട്ട് പോയാ പോരാ. ഇമ്മക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആദ്യമായിട്ട് കാണപ്പോ അതല്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല. ചില സാങ്കേതിക കാരണങ്ങൾ വീഡിയോ ഇടാൻ പറ്റിയില്ല, സാങ്കേതിക തകരാറുകൾ. അപ്പൊ ഏതായാലും ഇന്നത്തെ അവസ്ഥ അതിന് നല്ല മഴക്കായതുകൊണ്ട് നെറ്റ് ഒന്നുമില്ല, വൈഫൈ ഒക്കെ ഓഫായി കിടക്കുകയാണ്. അതെ, ഇടക്കിടക്ക് വൈഫൈ പോകും. നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്തിക്കാണ്ട് അതെ വൈഫൈ കയറ്റുക, എന്നിട്ട് വൈഫൈ പോവുക. ഉമ്മാന്റെ പുറകിൽ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കാണുന്നുണ്ട്. അതെ. അപ്പൊ ഏതായാലും ഇമ്മ പൊന്നു അതേപോലെ എപ്പോഴും കൂട്ടില്ല. അപ്പൊ പിടിച്ചിരുത്തിയതാണ് ഞാൻ പറഞ്ഞു ഇമ്മോടെ ഉമ്മാനെ കാണിച്ചേരി, എല്ലാവരും ഉമ്മാനെ കാണിച്ചേരി, ഉമ്മാനെ കാണിച്ചേരി. ലൈവിനെന്താ ഉമ്മാനെ കൊണ്ടുവരാത്ത, ഉമ്മ എന്താ ലൈവിന് വരാത്ത, എത്ര ആള് ചോദിച്ചറിയോ. ഉമ്മാനെ കാണാൻ ആഗ്രഹമുണ്ട്. ഒരു മീവ കണ്ടതാ കണ്ടോളില്ല. അതാ ഞാൻ പറഞ്ഞേ, കിട്ടുമ്പോ പിടിച്ചോളി മക്കളെ, കൊട്ടുമ്പോ കിട്ടൂല. ഞാൻ ഇപ്പൊ ആ ബച്ചങ്ങളെ കണ്ടപ്പോണ്ട് വന്നതാ. അപ്പൊ എന്താണ് ഇതിനിപ്പൊ കിട്ടൂല, പെട്ടെന്ന് പിടിച്ചു പറഞ്ഞാണ്ട് ഇമ്മനെ കാണാത്തോലിക്ക് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഉമ്മോടെ നിങ്ങളെ കാണാനാണ് ഇപ്പൊ തോന ആൾക്കാരുള്ളത്. ഇമ്മോടെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും വീഡിയോ എല്ലാരോടും. എങ്ങനെ എല്ലാരോടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ. ആദ്യമായിട്ട് കാണപ്പോ അതല്ല, അങ്ങനല്ല. ഈ വീഡിയോ കാണുന്നോലൊക്കെ ഒന്ന് എല്ലാരോടും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും, എല്ലാവർക്കും അയച്ചു കൊടുക്കാനൊക്കെ പറയും. ഇമ്മക്കറിയില്ല. അപ്പോ ഉമ്മ പറഞ്ഞു അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ചായ ഒക്കെ കുടിച്ച് എടുത്തിട്ടില്ല. പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പഴം പുഴുങ്ങിയുണ്ട്, ചായ ഉണ്ട്. അതെ, പിന്നെ നമ്മളെ ചായ കാച്ചുണ്ട്. പിന്നെന്താ പറയാനുള്ളത് ഇങ്ങോട്ട് വലിയൊരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാണ്ട്. എന്താന്ന് വെച്ചാല് ഒരു സന്തോഷ വാർത്ത, അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇപ്പൊ പറയില്ല, കാരണം വീഡിയോയിൽ പറയുള്ളൂ. അപ്പൊ അതിന്റെ രസം പോയി. അതെ, എന്താ വെച്ചാൽ നമ്മളിതിന്റെ മുമ്പ് 1-2 പ്രൊമോഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നല്ലാണ്, ഇപ്പോഴും നമുക്ക് വീണ്ടും പ്രൊമോഷൻ വർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയണ്ടേ. ഇപ്പൊ പറഞ്ഞാൽ അതിന്റെ രസം പോകും, പറയില്ല. അത് സസ്പെൻസ്. അതെ, അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തെരഞ്ഞു വന്നിട്ട് നമ്മളെ വീട്ടിൽ അങ്ങോട്ട് 3-4 പ്രാവശ്യം ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വരൂലേ കാരണം. പിന്നെ നമ്മൾ എന്നിട്ടും വീണ്ടും അവര് നമ്മളെ തെരഞ്ഞ് നമ്മോട് ചോദിക്കുകയാണ് എന്ന് ഒഴിവുണ്ടാവോ നാളെ. നമുക്ക് അങ്ങനെ ഒഴിവില്ല എങ്കിലും കൂടിയിട്ട് അൽഹംദുലില്ലാ എന്നൊന്ന് കാണാൻ പറ്റുമോ. അപ്പൊ ഞങ്ങളോടൊക്കെ അങ്ങനെ ചോദിക്കുകയും ഒന്നിനും കഴിയാത്ത ഞങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ അല്ലമ്മ നമ്മളോ. പിന്നെ അതെ, മെനക്കെട്ട് ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ വേണ്ടി വിളിക്കണേ. അതെ, പക്ഷെ എന്താണ് അപ്പോഴൊന്നും ഭാവ ഇവിടെ പെരിയില്ലാത്തോണ്ട് എന്താണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉണ്ട് ഒരു ഇതിലെ എഴുതുള്ളൊരു കാക്ക ഭാവ ഇവിടെ ഇല്ലാത്തോണ്ട് ഭാവ വൈകുന്നേരം നേരത്തെ പോയി വൈകുന്നേരല്ലേ വരിക. അപ്പൊ പിന്നെ നേരമില്ലല്ലോ, ഇവിടെ ഇല്ല, ഞാൻ പെരിയെത്തിയിട്ടില്ലാന്നറിയാം. കാണാൻ എല്ലാരും കൂടി കാണണം, പൊന്നൂനെ കാണണം എന്നൊക്കെ പറഞ്ഞാണ്ട്. ഇതിപ്പോ നമുക്കൊരു ഭയങ്കര സർപ്രൈസ് ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയി വെച്ചാണ്, അതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത്. ഇതിന്റെ വീഡിയോ അടിപൊളി വീഡിയോ കണ്ടു വരും. ഷെയർ ചെയ്യണം വീഡിയോ എല്ലായിടത്തും. പിന്നെ അവരൊരു സംരംഭമല്ലേ, വിജയിക്കട്ടെ. അപ്പൊ അതിന് മുന്നേ തന്നെ പറഞ്ഞു തരണം. അപ്പൊ ഇത് ആർക്കെയും വേണമെങ്കിൽ വാങ്ങാം. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വരും. അതെ, നമ്മൾ റീലായിട്ടും അതുപോലെ തന്നെ ഷോർട്സ് ആയിട്ടും ചെയ്യും. ഇൻഷാ അല്ലാഹ് 3-4 ദിവസം കൊണ്ട് ഉണ്ടാവും. അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ട്. അപ്പൊ അതിന്റെ ഡീലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സംസാരിച്ച് അവരിപ്പാണ് പോയതേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ നമ്മളെ ഒരു വിരുന്നുകാരൻ തന്നെ പറയപ്പോ നമ്മളോടത്തെ അംഗത്തിൽ ഒരാളാണ്. ആ ആളൊന്ന് കാണിച്ചു തരട്ടെ. പുതച്ച് കിടക്കും. ഞാൻ മുമ്പൊക്കെ പോകുമ്പോ കുട്ടപ്പൻ ആള് പോയി, നേരം കഴിഞ്ഞ് ആള് ഇതുവരെ ഇമ്മ. പിന്നെ എന്താണ് ഈ പൂച്ചക്കുട്ടിനെ ഓണത്തിനുണ്ടീ നിങ്ങള്
അതിനോട് പറഞ്ഞ കേക്കണ്ടേ? പൊന്നോ അത് അതിന് സമാധാനത്തിനാണ് പൂച്ചക്കുട്ടി അങ്ങനെ കിടക്കുള്ളൂ അല്ലേ? അപ്പം എന്ത് സുഖാണാവോ? അതെ കൊറേ നേരം ഇത്ര നേരം അറിയോ ഉണർന്നില്ല. അപ്പൊ മക്കളെ ഞങ്ങളിത് അമ്മതാ മോളൂസത് ഇവിടെ, പൊന്നു ഇവിടെതാ, മാളുത് ഇവിടെ, ഞാൻ ഇവിടെ ഉണ്ട്, കുട്ടിമാനെ മുത്താത്തുണ്ട്. ഇത്രയും ആളിടയിൽ ഇത്രയും ഒച്ചപ്പാടും പോളം ഇവൻ വേണ്ടമാതിരി ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. ഇതാ ഇവളും രണ്ടും ഒരു കള്ളത്തിയും കള്ളനുമാണ്. ഇവർ രണ്ടാളിടയിൽ ഇത്രയും സുഖമായിട്ട് ഇവൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ ഒരു സമാധാനം ധൈര്യം തന്നെ കേട്ടാ. ശരിക്കും നമ്മളെ വീട്ടിലെ പൂച്ചയൊന്നുമല്ല, ഇവൻ കുറച്ച് ദിവസങ്ങളായിട്ട് അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് ആള്. അപ്പൊ ഏതോ വീട്ടിൽ നല്ല മനുഷ്യന്മാരായിട്ട് ഇണങ്ങിയ പൂച്ചയായിരിക്കും. അതുകൊണ്ടാണ് ഇവൻ ഇത്രയും സുന്ദരമായി ഉറങ്ങുന്നത്. നല്ല ഉറക്കമാണ് ആൾട്ടാ. എന്ത് ചെയ്താലും നീച്ചില്ല. ഞാൻ കൊറേ ശ്രമിച്ച്. അപ്പൊ ഇവൾക്ക് മാളൂനും മാളുവിന്റെ വല്യമ്മാവൊക്കെ ഭയങ്കര പൂച്ചയെ അതുപോലെ പ്രേമികളാണ്. ഇവിടെ വല്യമ്മ എന്ന് പറഞ്ഞാല് എനിക്ക് ഓർമ്മയില്ല മീന്. ഞാൻ മുമ്പൊക്കെ ഇപ്പൊ കുഴപ്പമില്ല, മുമ്പൊക്കെ പൂച്ചനെ പിടിച്ചുമ്പോ എന്നോട് വല്യമ്മ നിങ്ങള് പൂച്ചനെ തൊടണ്ടാന്ന്. അത് സത്യാണ്. അത് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, ചുടുമ്പോ കൈ ആയിക്കൊണ്ടിരുന്നു. ഇപ്പൊ വാവക്ക് കുഴപ്പമില്ല, പൂച്ചനെ പിടിച്ചോ ഭക്ഷണം കൊടുക്കൂല. ഇപ്പൊ കുഴപ്പമില്ല. ആദ്യം പറ്റൂലല്ലോ വാവക്ക്. അല്ലേ താത്ത എനിക്ക് ഓർമ്മയില്ലേ മീൻ അവർക്ക് സ്പെഷ്യല്, പൂച്ചക്ക് സ്പെഷ്യൽ മീൻ വാങ്ങി കൊടുക്കൂലേ? നമ്മള് കടങ്ങാത്തുണ്ടെന്ന് പെര കഴിഞ്ഞ് പോയപ്പോഴേ ഞാനേ നമ്മള് എല്ലാ സാധനം ഇങ്ങനെ എടുത്തൊക്കെയാണ്. അപ്പൊ തന്നെ ഒരു ഗ്ലാസിന്റെ ഒരു ബക്കറ്റ് ആ ഗ്ലാസ് ഒക്കെ ഇട്ടിച്ചീനെ, അത് ഞാൻ കട്ടിന്റെ ചോട്ടിൽ നിന്ന് വലിച്ചതാണ്. അപ്പൊ അതിന്റെ ചോട്ടുണ്ട് കുറെ കുട്ടികൾ, പൂച്ചക്കുട്ടികൾ ഇങ്ങനെ കിടക്കണേ. അപ്പൊ ഞാൻ എടുത്തു കൊടുക്കണം, അമ്മ അങ്ങോട്ട് നോക്കി പൂച്ചക്കുട്ടികൾ തന്നെ കൊടുക്കണം. അതോ ബാവെന്നെ കൊണ്ട് ആ ബാത്റൂമിൽ പോയി സോപ്പിട്ട് കജ്ജിന്റെ മുട്ട് വരെ കെകിച്ച് അത് എടുത്തു കൊടുങ്ങാണ്ട് കജ്ജക്കി കൂട് പറഞ്ഞാണ്ട് ഓർമ്മണ്ടാ? ആ അന്ന് കെകിച്ചത് ഇന്ന് കൂടെ പോലെ എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമുണ്ടാ? അങ്ങനെ തിന്നോക്കിയാ? അതെ. എന്താ വെച്ചാല് പിന്നെ ആ പോല് രണ്ടെണ്ണം കൂടി ആയിമ്മ ഉണ്ടായിന്ന്. ആ രണ്ടെണ്ണം ഈ പോല അവിടെ ലാസ്റ്റുള്ള തന്നെ ചെങ്ങായി കൊടുത്ത്, അത് ഞാൻ ഫുള്ള് ഇട്ടീന്ന് കേട്ടോ. എടാ പൂച്ചനെ ഉദ്രവിക്കണ്ട, പാവടാ, പാവനെ സുന്ദരമായി ഉറങ്ങട്ടെ കേട്ടോ. നമ്മളെ കുഞ്ഞു പൂച്ചക്ക് സുഖമില്ല കേട്ടോ, ആളവശനായി കിടക്കാണ്. നമുക്ക് രാവിലെ ഇരിക്കണ്ടേ രോഗിയെ നോക്കാന് അല്ലേ? ചുറ്റും ആൾക്കാരിക്കാണ് പൂച്ച നോക്കാൻ കേട്ടോ. അതെ, സുഖമായി കൊടുക്കട്ടെ പെട്ടെന്ന്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇമ്മ ലൈവില് വരാത്ത എന്താണ് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ ലൈറ്റ് മഴ ഓവർ പെയ്താലും അമ്മക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. ഇപ്പൊ തന്നെ അമ്മക്ക് കാല് കോച്ചലും നാളത്തെ അവിടെ കയറിയപ്പോ തന്നെ പറയണ അമ്മ കാലെന്ത് കോച്ചലില്ലായിരുന്നു. കാല് കൂച്ച തന്നെയല്ലേ അമ്മക്ക് മസില് കയറുന്ന പ്രശ്നമുണ്ട്, അങ്ങനെ രോഗങ്ങളൊക്കെ. ലൈവിലൊന്നും വരാത്ത അമ്മ ആ നേരമായാലേ. ഇപ്പൊ ലൈവ് ഇവിടെ ഇമ്മ അറിവിന്നില്ല കൊലയും വരുന്നാണ് കേക്കല്. ഇപ്പൊ ഔത്താണ് കേക്കല്. ഇപ്പൊ ഉപ്പ് തണുത്തിട്ട് ഉമ്മാക്ക് വെച്ച തന്നെയല്ല കൊതുവും പെരും കൊതുവാണ്. ഈ മനസ്സായില്ല അതിന്റെ വശം അവിടെ ഔത്തല്ല സുഖ. ഇമ്മ മഴ നല്ല പെയ്താലേ ഇമ്മ ഔത്ത് തന്നെയാണ് കാരണം പുറത്ത് ചാവോ. ഇന്നിപ്പോ വെയിലായപ്പോ ഉമ്മ ഫുള്ള് ആ വാൽക്കൊടി ഉണക്കലും പുറത്തുണ്ടായിരുന്നു. അവിടെ ആ വലപ്പൊടി നിനക്ക് ഇങ്ങനെ അഞ്ഞു കിടന്ന് ചെയ്യാതെ പോട്ടിയത്. അപ്പൊ അത് ഉണക്കലൊക്കെ കഴിഞ്ഞ അപ്പോഴും ഉമ്മാക്ക് കുഴക്കുന്നപ്പോ അവിടെ പോയി കിടന്നിരുന്നു. അതിന്റെ ഇടയിലാണ് എന്താണ് പെങ്ങളെ മോള് കല്യാണം പറയാൻ വന്നിരുന്നത് പള്ളിപ്പുറത്തുനിന്ന്. പള്ളിപ്പുറത്ത് വീണ്ടും കല്യാണം ഉണ്ട്. അവിടെ കല്യാണം എനിക്ക് നല്ല ഇഷ്ടമാണ്. പള്ളിപ്പുറം പറഞ്ഞ കല്യാണം പറയാൻ അവിടെ കല്യാണം കൂടാൻ വെച്ചിട്ട് നല്ല ഇഷ്ടമാണ്. ഒരു യാത്ര പോലെ കുറ്റിപ്പുറമാണെന്നല്ല അറിഞ്ഞു. കുറ്റിപ്പുറം പേർച്ചനൂരാണല്ലോ. പേർച്ചനൂര് പള്ളിപ്പുറത്തേക്ക് പോണ ആ വഴിക്കാണ്. അതിന് രണ്ടാഴ്ച ഉണ്ട്. 19 പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ കല്യാണം ഉണ്ട് അല്ലേ? എന്റെ കൈയാടുണ്ട്, ചായപ്പുണ്ടാക്കും. ഞാൻ പോട്ടെ, ബാങ്ക് കൊടുക്കും. അപ്പൊ ഉമ്മ പോവാണ്. ഇവ മരുനിസ്കാരം കാര്യങ്ങളൊക്കെ ഇമ്മക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് പോയാ പോരാ? വൈൻഡപ്പ് ചെയ്തിട്ട് പോയാ പോരാ? യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല മക്കളെ. വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് അതാണ്. അപ്പൊ ഉമ്മാക്ക് ലൈവിനെ പറ്റിയോ വീഡിയോനെ പറ്റിയോ ഒന്നും അറിയില്ല. ഉമ്മ അറിവിന്ദിലാവിന്റെ ലൈവ് കാണും, അതേ ഉമ്മാക്ക് അറിയുള്ളൂ. ഈ വീഡിയോ എല്ലാവരോടും കാണാൻ പറയണ്ടേ? എല്ലായിടത്തും കാണൂടെ? എല്ലാരും കണ്ടോട്ടെ.
അല്ല എല്ലാവർക്കും അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞാലേ പൂജയുള്ളവർക്കൊക്കെ കണ്ടോട്ടെ അയച്ചോട്ടെ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്താൽ അയച്ചു കൊടുത്താളേ സപ്പോർട്ട് ചെയ്യാൻ പറയും. സപ്പോർട്ട് ചെയ്തോ. അപ്പം പറയും സപ്പോർട്ടാന്നറിയും. അപ്പൊ ഏതായാലും കൊതുകൊക്കെ കൂടി വരുന്നുണ്ട്. ഇതാ മരുവാങ് ഇപ്പൊ കൊടുക്കും. അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അല്ലേ? ഇല്ലമ്മ കൊടുക്കും. രണ്ടാൾക്കാരോടെ ചായക്ക് കാത്തുകൊണ്ട് ചായ ഉണ്ടാക്കാണ്ട്. അപ്പൊ ഈ വീടൊന്നും ഇത്രേ ഉള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞിട്ടില്ല ഉമ്മ വീഡിയോക്ക് എല്ലാരും ചോദിക്കും ഉമ്മ എന്താ വീഡിയോക്ക് ഉമ്മക്ക് ഞങ്ങളതാ എന്താ വരാത്ത കട്ട സപ്പോർട്ടാണ്. എങ്ങനെയാലും എന്റെ കുട്ടികൾ നന്നാവട്ടെ രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്തകളാണ്. അപ്പൊ ഇമ്മങ്ങൾ ഇതിന് യൂട്യൂബിന് സപ്പോർട്ട് ചെയ്യാച്ചിട്ടാണ് ആൾക്കാർ നന്നായെങ്കിലല്ലേ ബാക്കിയുള്ളവർക്ക് കാര്യമുള്ളൂ. അപ്പൊ എന്താണ് ഇമ്മ അതാണ് ഉമ്മക്ക് തണുപ്പായാലും ഇതാ കാല് നിലത്തുത്താൻ പറ്റൂല, ഭയങ്കര കുഴച്ചലും വിറക്കലും. അതാണ് ഉമ്മ ഒത്തൊക്കെ ചെരുപ്പിട്ടാ നടക്കല്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ വരാത്തത്. പറഞ്ഞാളി അതുകൊണ്ടാണ് വരാത്തത്. നമ്മൾ കുറച്ച് വയ്യുള്ളെങ്കിലും ഇങ്ങോട്ട് വരുമ്പോ തണുപ്പാണ്. മുറ്റത്ത് നടക്കുമ്പോഴേ ഉമ്മക്ക് കോച്ചലാണ്. അപ്പൊ ഞങ്ങളെ വിശേഷങ്ങൾ വീഡിയോ എല്ലാരും ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഗ്രൂപ്പിക്ക് ദീപൊക്കെ അല്ലേ? എങ്ങനെയൊന്നും രക്ഷപ്പെട്ടു പോട്ടെ. ആദ്യം കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. മനസ്സിനൊരു ആഗ്രഹം ഉണ്ട്, അത് തീർത്ത് കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതിന് നിങ്ങൾക്കും ഞങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഓക്കെ, എല്ലാവർക്കും ബൈ. അപ്പൊ ഉമ്മ എല്ലാവർക്കും സലാം പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലി സലാം പറഞ്ഞല്ലോ എല്ലാവർക്കും. സലാം അലൈക്കും എല്ലാവർക്കും സലാം.